സ്വകാര്യ മേഖലയിൽ 10 വർഷത്തിലധികം പ്രവർത്തിച്ചു വരുന്ന സ്കൂളുകളെ തുടർന്ന് നടത്തിക്കൊണ്ടുപോകാനുള്ള അനുവാദം നൽകണമെന്ന് നോബൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് ജില്ലാ കമ്മിറ്റി. സ്വകാര്യ അനധികൃത വിദ്യാലയങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അമിതമായ വൈദ്യുതി ചാർജും കെട്ടിട നികുതിയും ധർമ്മസ്ഥാപനങ്ങൾക്കുള്ളതുപോലെ ഇളവ് നൽകണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്കൂളുകളിൽ കയറാൻ പറ്റാത്ത സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നുള്ള അധ്യാപികമാരാണ് നമ്മളുടെ സ്കൂളുകളിൽ ഭൂരിഭാഗവും പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അവരുടെ ജോലി നാളെ ഈ സർക്കാർ ഈ സ്കൂളുകളെല്ലാം ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങോട്ട് പോകും? അവരുടെ കുടുംബം ഇവരെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പോൾ അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നടത്തിക്കൊണ്ടുപോകാനുള്ള അനുവാദം മാത്രം മതി. ഗവൺമെന്റിന് 1 രൂപ പോലും ഈ സ്കൂളുകൾക്ക് വേണ്ട. പക്ഷേ ഞങ്ങൾക്ക് വൈദ്യുതി ചാർജും ടാക്സും എല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ഇവർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്, പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും. അതൊന്നും ഒഴിവാക്കി തന്ന സാധാരണ രീതിയിലുള്ള ഒരു ധർമ്മസ്ഥാപനങ്ങൾക്കുള്ള പോലെ ഒന്ന് അത് കമ്മിയാക്കി തന്നാൽ വലിയ ഉപകാരമായി. കുറെ ട്രസ്റ്റുകളും അതിന്റെ കീഴിലാണ് സേവന മനോഭാവത്തോട് കൂടിയിട്ടാണ് ഈ സ്കൂളുകളെല്ലാം പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും മറ്റ് സംസ്ഥാന യുവജനോത്സവങ്ങളിലും കലാകായിക മത്സരങ്ങളിലും പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവരും ഈ 2 തരത്തിലുള്ള വിദ്യാർത്ഥികളെ കാണേണ്ട കാര്യമില്ല. അവരും ഈ നാട്ടിലെ പൗരന്മാരാണ്, വളർന്നു വരുന്ന ഭാവി തലമുറയാണ്. അപ്പൊ അവരെയും കൂടി നമ്മളുടെ ഈ സംസ്ഥാന യുവജനോത്സവങ്ങളും പങ്കെടുപ്പിക്കണം ഞങ്ങളുടെ ഒരു വിലയേറിയ നിർദ്ദേശം. അതുപോലെ ഞങ്ങൾ അടച്ചുപൂട്ടി കഴിഞ്ഞാൽ ഈ ഇത്രയും വർഷങ്ങളായി 40 വർഷത്തോളം 35 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന സ്കൂളുകൾ നാളെ എന്ത് ചെയ്യും? അവരുടെ കുടുംബങ്ങൾ ഭാവി തുലാസിലാവും എന്നാണ് ഞങ്ങളുടെ ആശങ്ക. അത് ഞങ്ങൾ നിങ്ങളോടും കൂടെ പങ്കുവയ്ക്കുകയാണ്. സ്കൂൾ കലാകായിക മത്സരങ്ങളിൽ ഇത്തരം വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കുവാനുള്ള അവസരം നൽകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് എൻ വിജയകുമാർ, ജില്ലാ സെക്രട്ടറി കെ എം രൂപേഷ്, രക്ഷാധികാരി എച്ച് ചന്ദ്രൻ, എം ചന്താമരാക്ഷൻ, അലവി ഗുരുക്കൾ, പി ചന്ദ്രമതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യുഡിവി ന്യൂസ്, പാലക്കാട്.